നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അവധിക്കാലമായല്ലോ, അപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലേക്കൊന്ന് യാത്ര ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ നമ്മുടെ ആദ്യത്തെ ടണലിലെത്തിയിട്ടോ. ആദ്യത്തെ ടണൽ വെച്ചാൽ നമ്മുടെ നാട്ടിനടുത്തുള്ള കുതിരാനിലുള്ള ടണലിലെത്തി. മനോഹരമായ ടണൽ അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കാണാനായിട്ട്. പാറക്കെട്ടിനെ തുരന്നുണ്ടാക്കിയിട്ടുള്ള ഈ ടണലിലൂടെയുള്ള യാത്ര എല്ലാവർക്കും കൗതുകം ജനിപ്പിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാലോ. എനിക്കിഷ്ടമാണ് കേട്ടോ, എന്ത് രസമല്ലേ. അങ്ങനെ ടണൽ കഴിഞ്ഞു, നമ്മൾ പിന്നെയും കുറേ ദൂരം എത്തി. പന്നിയങ്കര ടോളല്ലേ ഇത് കഴിഞ്ഞാൽ പാലക്കാടായി അല്ലേ? ഇവിടെ തിരക്കൊന്നുമില്ല അല്ലേ? കോഴിക്കോട്ടേക്ക് അല്ലേ? അത് ഞാൻ ഹൈവേ വന്നു കഴിഞ്ഞാലേ, മറ്റേ ഹൈവേ വന്നു കഴിഞ്ഞാലേ വലിയ ഹൈവേ വരുന്നില്ലേ, ആ ഹൈവേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വടക്കഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി, ശരവണ ഭവൻ. 2 ഇഡ്ഡലി ഇല്ല, 3 ഇഡ്ഡലി ഉണ്ട്. എന്തൊക്കെയുണ്ട്? മഞ്ഞ ചട്നി ഉണ്ട്, ചുവപ്പ ചട്നി ഉണ്ട്, വെള്ള ചട്നി ഉണ്ട്, വടയുണ്ട്, സാമ്പാറുണ്ട്. ഇഷ്ടമായില്ലേ? അവൾക്ക് കറക്റ്റ് പാകം ചേട്ടാ. താങ്ക് യു. ഇവിടെ ഉണ്ട് കേട്ടാ വെള്ളച്ചട്നി, മഞ്ഞച്ചട്നി ഇവിടെ ഉണ്ട് കേട്ടാ. വെള്ളച്ചട്നി, മഞ്ഞച്ചട്നി ഉണ്ട്, വട, സന്തോഷം. മസാല ദോശയും വടയാണ് ഞാൻ കഴിച്ചത് കേട്ടോ, ഇഷ്ടപ്പെട്ട മസാല ദോശ. പിന്നെ വടയുണ്ട്, ഇതിനകത്ത് സാമ്പാറുണ്ട്, വെളുത്ത ചട്നി ഉണ്ട്, മഞ്ഞ ചട്നി ഉണ്ട്, ചുവപ്പ് ചട്നി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങളും അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള മസാല ദോശ കഴിച്ച് ബൂസ്റ്റ് കഴിക്കാതെ വിചാരിച്ചു കേട്ടോ. ബൂസ്റ്റ് അടിപൊളി അല്ലേ, പാലിൽ ബൂസ്റ്റ് നല്ല എനർജി ഉണ്ടാവും ഇത് കഴിച്ചാൽ. കിടക്കുന്നുണ്ട്. അടിപൊളി ചേട്ടാ, ബൂസ്റ്റ് എന്താ രസം. ഞാൻ കഴിച്ചിട്ടില്ല. അടിപൊളി, അതിലൊഴിച്ച് ചൂടാക്കി കഴിക്കും. ചായ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് മധുരമൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. എന്താണ്? മധുരല്ലേ, സ്വീറ്റല്ലേ? വേണം വേണം. എനിക്ക് ചെയ്യുന്ന എന്തൊക്കെയും അമ്മൂന്ന്. വടക്കഞ്ചേരി ശരവണ ഭവനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങൾ. വയറ് ഫുള്ളായി. യാത്ര തുടരാം നമുക്ക് കേട്ടോ. ജ്യോതിസ് റീജൻസി താമസിക്കാനും പറ്റും. വലിയതല്ലേ, 2 നിലയുണ്ടാണ്. മുകളിൽ 1, 2, 3 പ്രശ്നം വെച്ച്. നെന്മാറ ഫോറസ്റ്റ് റബ്ബറൊക്കെ അല്ലേ? NSS കോളേജ് നെന്മാറ. പാടത്തിന്റെ ഭംഗി കണ്ടില്ലേ, എന്ത് രസല്ലേ. എന്ത് ഭംഗിയല്ലേ, കൃഷി ഇറക്കിയിട്ടുള്ളൂ ആ സൈഡൊക്കെ. ഇതിനേക്കാളും ഭംഗി പന. സൈഡിലുണ്ട്.
പാലക്കാടും പിന്നിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കാണ്. കേരളത്തെ അപേക്ഷിച്ച് അതിമനോഹരമായ റോഡ് നോക്കൂ. തെങ്ങുണ്ടല്ലോ ചേട്ടാ, കേരളത്തിനെ കളിയാക്കണ പോലെയല്ലേ? തെങ്ങ് കണ്ടാല് കേരളത്തിനെ കളിയാക്കണ പോലെയല്ല. സംഭവം ദൂരെ തെങ്ങല്ലേ? തോട്ടം നല്ല മാവ് തോട്ടം നിർത്തിക്കോളും. മാവ് കാണാൻ മാങ്ങ മേടിക്കാനായിട്ട് ഓരോരുത്തരുടെ പറമ്പാണ്. വലിയ പറമ്പാണ്, നിറച്ച് തെങ്ങ്. എൻ്റെ അമ്മ കരിക്ക് കരിക്ക് പന പന നമുക്ക് പന നോക്ക് മേടിക്കണുണ്ട് എവിടെയെങ്കിലും കണ്ടാല്. എവിടെയെങ്കിലും പന നോക്ക് കണ്ടാ മേടിക്കണേ. പാലക്കാട് ആണ് നിറച്ച് പന. വഴിയൊക്കെ ഗംഭീര വഴികളെയല്ലോ. അന്ന് നമ്മൾ പോയപ്പോൾ ദണ്ഡിയിൽ കൂടെ പോയത്. അന്ന് വേറെ വഴികളുണ്ടായില്ല. ഇപ്പോൾ വഴികളൊക്കെ വേറെ പുതിയതാണ് കുറേ. അന്ന് ഒരൊറ്റ വഴി ദണ്ഡിയിൽ വഴി മാത്രമേ ഉണ്ടായുള്ളൂ, ഒരു NH ഉണ്ടായുള്ളൂ. ഇപ്പോൾ NHകൾ വലുതായി, റോഡുകൾ വലുതായി, വലിയ മാറ്റം വന്നു. ഈ റോഡൊക്കെ ഉണ്ടായില്ലെന്ന് ഉണ്ടായതല്ലേ? ഈ റോഡൊക്കെ ഇപ്പം ഉണ്ടായതാ, ഒരു 5 കൊല്ലമായിട്ടുള്ളൂ. പോയപ്പോ എവിടെയായിരുന്നു റോഡ്? ഈ റോഡ് ചെറിയ 2 വരി പാതയായിരുന്നു. അതെ അതെ, പുളി 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 4 വരി പാതയില്ലേ? എത്ര പുളി 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 പുളി. എത്ര വേഗം അവര് ആക്കിയെന്നറിയോ? 5 കൊല്ലം ആയിട്ടൊന്നുമില്ല. 5 കൊല്ലം 2 കൊല്ലൊക്കെ ആയിട്ടുള്ളൂ. ഗവൺമെന്റിന്റെ പുളിയാണത്. ഇന്ന് അവർക്ക് വരുമാനം കിട്ടും. റോട്ടിലത്തെ പുളി അല്ലേ? റോട്ടിലത്തെ പുളി, റോഡിലെ പുളി, റോട്ടിലെ പുളി പുളി. മനോഹരമായ റോഡ് കണ്ട ഇവിടെ ഇറങ്ങി നടക്കണം. അത് രസം അല്ലേ? അല്ലേ? ആ, ഇറങ്ങി നടക്കണം. കൊരട്ടിയിൽ വരുമ്പോഴേ, കൊരട്ടിയില് അവിടെ ഇതുപോലെ 2 സൈഡിലും മരം വെച്ച് കൊടുത്തിട്ടാണ്. പന്തലിട്ട പോലെ കാഞ്ഞാളിക്ക് പോണ വഴി 2 കിലോ മരം വെച്ച് കൊടുത്തിട്ടായിരുന്നു. കാഞ്ഞാളി റോഡ് ഇത് എത്ര ദൂരം നോക്ക്. പുളി പുളി പുളി. ദേവമാതാശുപത്രി മുമ്പിലൊക്കെ വലിയ മരം വിളിച്ചോണ്ടായിരുന്നു. ഓട്ടം ഇറങ്ങി നടക്കാൻ ഈ രാവിലെ നമ്മളിങ്ങനെ ഈ പൂമരാണ് ഇത്. ഇതാണ് പുളിമരം. കാശ് ലക്ഷം നല്ലതാണ്. കാരണം മരം കിട്ടും ചെയ്യും, അതേസമയം തണലും കിട്ടും. അതാ കൊമ്പൊടിഞ്ഞ് കാണാൻ അപകടം കുറയുന്നതിന്. കൊമ്പൊടി പുളിക്കാൻ ശക്തിയുള്ള കൊമ്പൊടിയിലില്ല. എത്ര ദൂരല്ലേ? കിലോമീറ്ററോളം ദൂരത്തിലാ. ഹൈറ്റ് ഉണ്ടല്ലോ. ഇത് വെട്ടി നിർത്തുന്നോണല്ലേ പകുതി ഇത്ര പൊക്കം വരുമ്പോ, അല്ലെങ്കിൽ ഇത്ര എല്ലാത്തിനും ഇവിടെ വരുമ്പോ കണ്ട ഹൈറ്റ്. ഓക്കെ ഭഗവാനെ, ഇവിടെ എന്താ കാണുന്നത്? എന്താ കാണുന്നേ? ഇതെന്താ ആണോ? സിൽവർ റോക്കാ. ഞാൻ പഴനിക്ക് പോയത് ഈ വഴിക്ക് പോയത്. വന്നതാണ് മറ്റേ വഴി. മറ്റേ വന്നപ്പോ പാലക്കാട് വരുമ്പോ വേറെ വഴിക്ക് വരും. ഞങ്ങള് ഇവിടെ പാലക്കാട് വഴി അപ്പുറത്തോടെ പോവാം. ജാതി നിറച്ച് തെങ്ങിനിടയില് ഞങ്ങള് പാലക്കാട്ട് നിന്ന് വഴി ഓഫായി പോയാ. ഇതാണ് പുഴ അല്ലേ? പൊള്ളാച്ചി പുഴ. 3 ദിവസം വർക്ക് ചെയ്യും. 3 ദിവസത്തിനുള്ളിൽ അത് ഓഫായി. അപ്പോൾ സിം ഇടുക.
വലിയ പുഴയാണുള്ളത്. അമ്മ ഒരു വഴി കണ്ട, ഒരു ഗുഹാവഴി. മോളിക്കൂടെ പാലങ്ങളാ അല്ലേ? കൊറേ ഇതൊക്കെ പാലങ്ങളല്ലേ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ കിടക്കാനായിട്ട്. ഇഷ്ടപോലെ ഇല്ല. എന്തായാലും പനി അടിക്കുന്നത് ഈ പനി അവിടേക്ക് കേൾക്കാം, ഫോണിലേക്ക് വരെ കേൾക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ? പൈസ ചെലവാക്കണുണ്ട്, കാശിന്റെ വരല്ലേ, നമ്മുടെ വരല്ല. പൊള്ളാച്ചി. ഇവിടെ പണ്ടത്തെ പുല്ലുവായ കണ്ടോ ചേട്ടാ? നീ അല്ല, നീ പണ്ടത്തെ പുല്ലുവായ ഇങ്ങനത്തെ ആയിരുന്നു. പലമ്പൊക്കിന്റെ അവിടെ പലമ്പ്. ശരിക്കും പറഞ്ഞാലേ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സ്ഥലം പൊള്ളാക്കുന്ന ഈ കയറ്, പണ്ടത്തെ കയറ്. പിന്നെ താമസിക്ക് കാശ് കുറച്ച് കൊടുത്താൽ മതി. പൊള്ളാച്ചി. പണ്ട് കേരളത്തിൽ നിന്ന് ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്നുണ്ട്. ഈ മല്ലിയില ഇരിക്കുന്നുണ്ടോ കെട്ടായിട്ട് 20 രൂപയുള്ള മല്ലിയിലക്ക് കേട്ടോ കിലോന്. നമ്മളവിടെ പറയും എന്താ പറഞ്ഞ ചേട്ടാ? ചെപ്പുകുടം മൊന്തേക്ക് ഇരിക്കുന്നുണ്ട് അവിടെ. നല്ല മൊന്തൻ ഗ്ലാസ്. Take the next right onto Imam Khan Street. തുറന്നിട്ടില്ലേ കുറെ കടയൊന്നും? Christmas Eve. Linsen en att vara jag kutar eller staben jungs var det du i party nari sorry men jag får vara vet du party തമിഴ്നാട്ടിൽ നിറയെ ചോളപ്പാടുണ്ട്. ചോളപ്പാടം കണ്ടപ്പോൾ ഇതിനടുത്ത് പോയി ഒന്ന് കാണണം എന്ന് എനിക്കൊരാഗ്രഹം. അടുത്ത് പോയി നോക്കിയതാട്ടാ. നോക്കൂ, കതിരായി നിൽക്കുന്ന ചോളം കണ്ടില്ലേ? വിളവായിട്ടുണ്ടെന്ന് തോന്നുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ അത് വെട്ടി വിളവെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ എങ്ങനെയാണ് നമ്മുടെ അവിടെ ഉള്ള ചോളപ്പൊതി പോലെ തന്നെയാണ്. ഇതാ കണ്ടോ ചോളപ്പൊതി? ഇതാണ് ചോളത്തിൻ്റെ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ചില പഴുപ്പലാകുമ്പോഴേക്കും അത് പൊളിച്ചെടുക്കാറുണ്ട്. കണ്ടോ ഇതിന്? അതെ നോക്കിയേ, നോക്കേ അമ്മ അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ പൂവല്ല കായത്, ഇത് നടണത് തന്നെയാ. എന്തോരല്ലേ? അങ്ങനെ ഞങ്ങൾ ചോളപ്പാടം കണ്ട് വീണ്ടും വണ്ടി കയറി. ഹൈറ്റ് കൂടുതല ധാരാപുരം. Continue on Halapuram Road for 1.5 kilometers. മോളെ കണ്ടില്ലേ ഇപ്പൊ? ഇതാ ആ വാനീരം. അമരാവതി പുഴ. നിറച്ച ചെടികളാ കണ്ടു പുഴയില്. വെളുത്ത ചെടി. ഓടം ചിത്ര. ഒരു 1:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. നോക്കൂ, നല്ല പ്ലേറ്റിൽ നല്ല കൂമ്പയില വെച്ച് അതിലെല്ലാ വിഭവങ്ങളും പ്ലേറ്റ് പാത്രങ്ങളിൽ വെച്ചിട്ടുണ്ട്. വലിയ പപ്പടവും ഒക്കെ വെച്ച് നല്ല തുമ്പപ്പൂ ചോറും വിളമ്പി
പായസം എടുക്കാനുള്ള സദ്യയായിരുന്നു. എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ഊണ് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി, പിന്നെ സുന്ദരിക്ക് കുറച്ച് കളിപ്പാട്ടം ഒക്കെ കണ്ടു. കുറച്ച് വളയൊക്കെ വാങ്ങി, മാല വാങ്ങി, അങ്ങനെ അവിടുന്ന് പോന്നു. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ട്രിച്ചിയാണ് കേട്ടോ. ട്രിച്ചി 80, ഡിണ്ടിഗൽ 74, കന്യാകുമാരി 395. നോക്കോട്ടാ, വഴി അറിയില്ല. നോക്കണ എന്താ കിലോമീറ്റർ പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകണം. ഇത് ട്രിച്ചിയല്ലേ ചേട്ടപ്പോൾ ഇത് ഇവിടെ ലെഫ്റ്റിലേക്ക് പോകണം. തിരുച്ചിറപ്പള്ളി വലിയ സിറ്റിയാ. കൊച്ചിയുടെ പോലത്തെ അത്ര വലിപ്പമുള്ളതോ. അതിന്റെ താഴെ താമസിക്കണം. തിരുച്ചിറപ്പള്ളി മുകളിലേക്ക് പോകണമെന്നില്ല. അത് താഴെ അമ്പലമുണ്ട്. മുകളിൽ അമ്പലത്തിൽ പോകണമെന്നില്ല. താഴെ അമ്പലമുണ്ട്. തിരുച്ചിറപ്പള്ളി കോർപ്പറേഷൻ എത്തിയിട്ടോ. എത്താറായിട്ടുണ്ട്. ട്രിച്ചി എത്താറായിട്ടുണ്ട്. അതായത് കാവേരി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു ദ്വീപാണ് കേട്ടോ ട്രിച്ചി. അവിടെയാണ് ശ്രീരംഗം ക്ഷേത്രം. ശ്രീരംഗനാഥസ്വാമിയുടെ ക്ഷേത്രമാണ്. ഇന്ന് രാത്രി അവിടെയാണ് താമസിക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാനായിട്ട്. നീ കണ്ട പാലം നേരത്തെ കണ്ട പാലാണോ? അതുപോലെ ഒരുപാട് പാലുണ്ടോ? അതുപോലെ ഒരുപാട് പാലുണ്ടോ? നോക്ക്, അങ്ങോട്ട് നോക്ക്. കാവേരി പാലം, സെക്കൻഡ് പാലം നോക്ക്. കാവേരി നദിയാണ്. എന്താന്നറിയില്ല. വലിയ ഐലൻഡ്. ആ ഐലൻഡിനുള്ളിൽ അമ്പലമുണ്ട്. നമ്മളിപ്പോൾ ഒരു A2Bയുടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആനന്ദഭവൻ പ്യുവർ വെജ്. തടാകത്തിൻ എന്താണ് അതെന്ത് സാധന? കേസരി. മധുരണ്ടാ? ചൂടുണ്ടാ?
2 സ്പൂൺ ഉണ്ടല്ലോ അവര്. അമ്മും സുന്ദരിയും കേസരി കഴിച്ചു. ഞാൻ പൊങ്കൽ കഴിച്ചു. രാജേട്ടനും ജ്യോതിയും ഇഡ്ഡലി കഴിച്ചു കേട്ടോ. അടിപൊളി ഭക്ഷണമായിരുന്നു. ഞാൻ ട്രൈ ചെയ്യട്ടെ. കേസരി തരാം. ഞാളെ കോയമ്പത്തൂര് പോയിട്ട് കഴിച്ചിട്ടുള്ളതാ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ താമസ സ്ഥലത്തെത്തി. താമസിക്കാനായി ഞങ്ങൾക്കൊരു ഫ്ലാറ്റാണ് കിട്ടിയത്. 2 BHK ആയിരുന്നു. അതായത് 2 ബെഡ്റൂമും ഒരു ഹോളും ഒരു കിച്ചണും ഉണ്ടായിരുന്നു. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ പോകണം. ആദ്യം ഞങ്ങൾ പോകുന്നത് സ്വാമിമലയിലേക്കാണ്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക്. ഞങ്ങളുടെ ഈ യാത്രയും ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിലും ലൈക്ക് ചെയ്യൂ കേട്ടോ.